എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നാം നമ്മുടെ പഠനകാലത്ത് ഏതെല്ലാം അധ്യാപകർ നമ്മളെ പഠിപ്പിക്കുന്നു, പലതരം അറിവുകൾ, നമ്മുടെ ജീവിതത്തിൽ പലതരം വഴിത്തിരിവുകൾ, ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് പലരുടെയും വാക്കുകൾ, അത് പഠന വിഷയത്തിലുള്ള കാര്യമായിരിക്കില്ല, മറ്റ് പലതരം ആശയങ്ങളും അവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള പലതരം അറിവുകളും ഒക്കെ നമ്മളോട് പങ്കിടാറുണ്ട്. അധ്യാപകരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ ഡയറിയിൽ പണ്ട് മുതലേ അധ്യാപകരുടെ പേരുകൾ കുറിച്ച് വയ്ക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ 151 അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചെറിയ കോഴ്സുകൾക്കും വലിയ കോഴ്സുകൾക്കും അങ്ങനെ പലയിടങ്ങളിലായിട്ട് പഠിപ്പിച്ച അധ്യാപകരാണ്. അപ്പോൾ അവരിൽ തന്നെ ചിലരൊക്കെ അമൂല്യമായിട്ടുള്ള പല സന്ദേശങ്ങളും അവരുടെ ജീവിതകാലത്ത് വ്യക്തിപരമായിട്ടല്ലാതെ തന്നെ ക്ലാസ്സുകളിൽ വെച്ച് തന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഞാനിങ്ങനെ മനസ്സിൽ തട്ടി സൂക്ഷിക്കാറുണ്ട്. ചിലതൊക്കെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും, ചിലതൊന്നും നടക്കത്തില്ല. എങ്കിലും ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ തന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ ഡിഗ്രിക്ക്, അതായത് കുറവലങ്ങാട് ദേവമാതാ കോളേജിൽ പഠിപ്പിച്ച പ്രൊഫസറായിരുന്ന സിസ്റ്റർ അപ്പോളോ ഗോണിയാമ്മ, അതായത് നമുക്കറിയാം സിസ്റ്റേഴ്സിൻ്റെ റിയൽ നെയിം ആയിരിക്കില്ല, അവർ സിസ്റ്റർ ആകുമ്പോഴേക്കും അവരുടെ യഥാർത്ഥ പേര് മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു വിശുദ്ധയുടെ പേരായിരിക്കും ആ ഓർമ്മയ്ക്ക് വേണ്ടി ഇവർക്ക് പുനർനാമകരണം ചെയ്യുന്നത്. വളരെ ശാന്ത സ്വഭാവവും വളരെ മഹനീയമായിട്ടുള്ളൊരു വ്യക്തിത്വമുള്ള സിസ്റ്ററാണ്. ആ സിസ്റ്റർ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നുകൊണ്ട് തന്നെ ഏത് കോഴ്സിന് വേണമെങ്കിലും പോകാനായിട്ട് സിസ്റ്റർക്ക് ഈ സഭ അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഴ്സ് ഏത് തിരഞ്ഞെടുക്കും എന്ന്, അതായത് MBBS കോഴ്സ് വേണോ എന്നുള്ള ഒരു കാര്യം അവിടെ വന്നപ്പോൾ സിസ്റ്റർ പലതവണ ആലോചിച്ചിട്ടെടുത്ത തീരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഠിപ്പിക്കുക, കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ പ്രൊഫസർ ജോലിയിലേക്ക്, ഈ കോളേജിലെ പ്രൊഫസർ ജോലിയിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ സിസ്റ്ററിനെ ആശയക്കുഴപ്പത്തിലാക്കിയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടറാകാൻ പോകണമോ എന്നുള്ളതായിരുന്നു. അതായത് MBBS ഡോക്ടറാകണോ എന്നുള്ള ഒരു സംശയമായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞത്, ഈ ഡോക്ടറാകുമ്പോൾ വേദനയുടെയും, അതായത് മിക്കവാറും രോഗികളുമായിട്ടാണല്ലോ ഡോക്ടർ ഇടപെടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരുടെ വേദനകളും വിഷമങ്ങളും അതുപോലെ പലതരം പരാതികളും ദുസ്സഹമായിട്ടുള്ള പല ജീവിത ശൈലികളും, ഇങ്ങനെയുള്ള വേദനിക്കുന്ന മുഖങ്ങളെ എന്നും കാണുക എന്ന് പറയുമ്പോൾ അത് സിസ്റ്റർക്കൊരു വിഷമം പോലെയായിരുന്നു. അതേസമയം സിസ്റ്റർ ഞങ്ങളെ നോക്കി, ആ ക്ലാസ്സിൽ ഇരുന്ന ഞങ്ങളെ നോക്കി പറഞ്ഞു, ഇപ്പോൾ നിങ്ങളെല്ലാം കുട്ടികളായതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം പുഞ്ചിരിക്കുന്ന മുഖവുമായി വളരെയധികം സന്തോഷത്തോടെ ഏറ്റവും അധികം ഊർജ്ജസ്വലരായിട്ടിരിക്കുന്ന ഈ കാഴ്ച കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് വരുന്നത്. അങ്ങനെ സന്തോഷമുള്ള ഈ കുട്ടികളുടെ മുഖം കണ്ടുകൊണ്ട് അധ്യാപനം എന്നുള്ള ആ രീതിയിലേക്ക് പോകാനായിട്ട് ഞാൻ മനഃപൂർവ്വമായിട്ട് തിരഞ്ഞെടുത്തതാണ് ഈ ജോലി. അപ്പോൾ ആ ജോലിയിൽ വളരെ സിസ്റ്റർ സംതൃപ്തിയായിരുന്നു എന്നുള്ളതാണ് സാരം. അതായത് നമുക്ക് കഴിവുള്ള മേഖലയിൽ നമുക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ല, അതുപോലെ നമുക്ക് താല്പര്യമുള്ള മേഖലയിൽ കഴിവുണ്ടാകണമെന്നുമില്ല. ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഉള്ളതിൽ നിങ്ങളുടെ അഭിരുചിയും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ഒരു ആത്മാഭിമാനവും ഇങ്ങനെ പലതരം കാര്യങ്ങൾ ഒത്തുപോകുന്ന ഒരു സ്ട്രീമിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. അല്ലെങ്കിൽ പലതരം നിരാശയായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക. ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എവിടെയും മുൻതൂക്കം കിട്ടും. അതേസമയം ഒരു 10 വർഷം ഒരു സ്ഥലത്ത് ജോലി ചെയ്തിട്ട് അതുമായി ബന്ധമില്ലാത്ത വേറൊരു മേഖലയിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു മുൻഗണനയോ പ്രാമുഖ്യമോ ഒന്നും കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ ഓരോ പുതിയ കാര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ജൂനിയറായി പോകും. അതേസമയം ചെറുപ്പം മുതലേ ഒറ്റ കാര്യത്തിൽ തന്നെ കരിയറിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ദീർഘദൂര ഓട്ടക്കാരനെ പോലെ
ഓടി ഓടി ഒരുപാട് മുന്നേറാൻ പറ്റും. അല്ലാതെ നിങ്ങൾ വൈകി ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതുപോലെ ഇടയ്ക്ക് വെച്ച് ഓട്ടം നിർത്തിയിട്ട് വേറെ റൂട്ട് വഴി പോയാൽ, അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൻ്റെ ഒരു ഗ്രാഫ് വിജയിക്കാനുള്ള സാധ്യത അതെല്ലാം വളരെ കുറവായിരിക്കും.